ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ആശ്വാസം. മുൻകൂർ ജാമ്യം അനുവദിച്ചു സുപ്രീം കോടതി. 8 വർഷത്തിന് ശേഷമാണ് പരാതി നൽകിയത് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, എന്താണ് ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ്? വീണ, പരാതി നൽകാൻ കാലതാമസമുണ്ടായി എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളത്. സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദവും അത് തന്നെയായിരുന്നു. സിദ്ദിഖ് അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു പരാതി നൽകുന്നതിന് തന്നെ 8 വർഷത്തെ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അതിന് നിലവിൽ ഈ പരാതി ഉന്നയിച്ചതിന് മറ്റു പല കാരണങ്ങളുമുണ്ട് എന്നുള്ള വാദം സിദ്ദിഖിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കോടതി മുൻപോട്ട് വെച്ചിട്ടുള്ളത് സിദ്ദിഖ് പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കൂടാതെ പാസ്പോർട്ട് ഹാജരാക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടണം എന്നുള്ള നിർദ്ദേശമാണ് കോടതി മുൻപോട്ട് വെച്ചത്. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. നേരത്തെ കേസ് പരിഗണിക്കുന്നത് വരെ ഒരു മുൻകൂർ ജാമ്യം, താൽക്കാലികമായി ജാമ്യം സിദ്ദിഖിന് സുപ്രീം കോടതി തന്നെ അനുവദിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പൂർണ്ണമായും മുൻകൂർ ജാമ്യം ഈ ബലാത്സംഗ കേസിൽ സിദ്ദിഖിന് സുപ്രീം കോടതി അനുവദിച്ചു നൽകിയിട്ടുള്ളത്. ഇതിൽ കേരള സർക്കാരിന്റെ വാദങ്ങളും തള്ളിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ വാദവും തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടുള്ളത്. ബലാത്സംഗ കേസിൽ സിദ്ദിഖിന് ജാമ്യം നൽകിയാൽ സമാനമായ മറ്റു ചില കേസുകളുമുണ്ട്. ആ കേസുകളെയും ഇത് ബാധിക്കും എന്ന വാദം മുൻപോട്ട് വെച്ചിരുന്നെങ്കിലും ആ വാദം തള്ളുകയും പരാതി നൽകാൻ 8 വർഷത്തോളം കാലതാമസമുണ്ടായി. നിലവിൽ പരാതി നൽകിയതിന് മറ്റു ചില താല്പര്യങ്ങളുണ്ട് എന്ന സിദ്ദിഖിന്റെ അഭിഭാഷകന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ശരി ജിഷ്ണു.